ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കി നോക്കിയാലോ. സ്റ്റാർട്ടറായിട്ടും സ്നാക്കായിട്ടും ഒക്കെ കഴിക്കുക. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ഞാനിവിടെ ഒരു 20 പീസോളം ചിക്കൻ എല്ലില്ലാത്തത് ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് ചതച്ചതും ചേർത്ത് ഒരു 10 മിനിറ്റോളം മാറ്റി വെക്കണം. നമുക്കിനി വേണ്ടത് കുറച്ച് തേങ്ങാപ്പാലാണ്. ഒരു 3-4 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാലും പിന്നെ കാന്താരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വേണം. ഇതും കൂടെ ഈ ചിക്കനകത്തോട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഒരു 20 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി കാന്താരി മുളക് ഇല്ലാത്തവർക്ക് പഴുത്ത പച്ചമുളകോ അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ഒരു 1/4 ടീസ്പൂണോളോ ചേർക്കാം. പിന്നെ അത് നമ്മൾ വേറെ മസാലയൊന്നും ഇടുന്നില്ല, കുരുമുളകും ചതച്ച് മാത്രം ഇട്ടാൽ മതി. നമുക്കിനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റോളം വേവിച്ചാൽ മതി. ആവിയിൽ വെക്കുമ്പം ഇതിൻ്റെ ജ്യൂസ് പോകാത്ത വിധത്തിൽ ഒരു പാത്രത്തിൽ വെച്ച് വേണം ഇത് ചൂടാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പീസസ് മാത്രം എടുത്ത് മാറ്റി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് വെക്കണം. നന്നായിട്ട് അരയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ജ്യൂസിനകത്ത് നിന്ന് ഒരു 3-4 ടേബിൾ സ്പൂൺ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോട്ട് ചെയ്യാനുള്ള കോട്ടിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ജ്യൂസിനകത്തോട്ട് ഒരു 3-4 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കണം. പിന്നെ ഒരു മുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് മാറ്റി വെക്കണം. പിന്നെ വേണ്ടത് ഒരു 3-4 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറാണ്, ഇത് കോട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടി വെക്കാം. ബോളായിട്ട് ഓവൽ ഷേപ്പിൽ അങ്ങനെയൊക്കെ ഉരുട്ടി വെക്കാം. നമുക്കുടെ മിക്സർ ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഉരുട്ടി വെച്ചിരിക്കുന്ന ആ ഉരുളകൾ ഓരോന്നായിട്ട് മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ജ്യൂസും കോൺഫ്ലവറും വെച്ചിരിക്കുന്ന ആ മിക്സറിനകത്തോടെ ഒന്നുകൂടെ ഡിപ്പ് ചെയ്ത് പിന്നെ നമ്മുടെ കോൺഫ്ലവറിനകത്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് ഓരോന്നായിട്ട് കോട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റി വെക്കാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഇവിടെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഓരോന്നായിട്ട് ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വറുത്ത് കോരിയെടുക്കാം. ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേ കണക്ക് ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.